നമസ്കാരം സുഹൃത്തുക്കളെ, കറന്റ് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എടുക്കുന്നത് കേരളത്തിലെ പദവികളാണ് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നോക്കുക. വി.ഡി. സതീശൻ അല്ലേ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്പർ, അതുകൊണ്ട് പഠിക്കണം. വി.ഡി. സതീശൻ എത്രാമത്തെ മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചാൽ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. എന്നാൽ എത്രാമത്തെ വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ 13ാമത്തെ വ്യക്തിയാണ്. കാരണം ഒരാൾ തന്നെ 2 പ്രാവശ്യമൊക്കെ ആയിട്ടുണ്ടാകും. ഇപ്പൊ പിണറായി വിജയൻ തന്നെ 2 പ്രാവശ്യം ആയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ്. ഇനി എത്രാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോ ഈ അടുത്ത് കഴിഞ്ഞത്? 16ാമത്തെയാണ് കേട്ടോ. 16ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അടുത്തത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗവർണർ ആണ് അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ഇതെല്ലാം കേരളവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ദേശീയമല്ല, നമ്മുടെ കേരളമാണ്, പഠിച്ചു വെക്കുക. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണർ ആണ്. 23ാമത് കേരള ഗവർണർ. 23ാമത് കേരള ഗവർണർ. ചീഫ് സെക്രട്ടറി ജയതിലക് ആണ്. ചീഫ് സെക്രട്ടറി ആരാണ്? ജയതിലക്. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. 50ാമത് ചീഫ് സെക്രട്ടറി ആണ് ജയതിലക്. പ്രോടൈം സ്പീക്കർ ആരാ? പ്രോടൈം സ്പീക്കർ ആരാണ്? 16ാമത് നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ ആരാണ്? ജി സുധാകരൻ ആണ്. 16ാമത് നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചീഫ് വിപ്പ് ആരാണ്? ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ ആണ്. ആരാണ്? സൗമൻ സെൻ. 40ാമത്തെ കേട്ടോ. പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ, അതായത് നമ്മൾ ആസൂത്രണ ബോർഡ് ഉണ്ടല്ലോ, ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? വി.ഡി. സതീശനാണ്. എപ്പോഴും ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ഇനി പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. വി.കെ. രാമചന്ദ്രൻ ആണ്. പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ വി.കെ. രാമചന്ദ്രൻ ആണ്. ഇനി ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. ശമ്പള പരിഷ്കരണം ഇപ്പോ എത്രാമത്തെ ശമ്പള പരിഷ്കരണമാണ്? 12ാമത്തെയാണ് കേട്ടോ. 12ാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആണ് വി.പി. ജോയ്. ആരാണ്? വി.പി. ജോയ്. ഇനി നമ്മുടെ 16ാമത്തെ കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. എങ്കിലും ഒന്നും കൂടി നോക്കാം. വി.ഡി. സതീശൻ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. 13ാമത്തെ വ്യക്തിയാണ്. എന്നാൽ രാജേന്ദ്ര അർലേക്കർ കേരള ഗവർണർ ആണ്. 23ാമത്തെയാണ്. ചീഫ് സെക്രട്ടറി ജയതിലക് ആണ്. 50ാമത്തെ വ്യക്തിയാണ്. പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ ആണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആണ്. ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ വി.ഡി. സതീശൻ. എപ്പോഴും ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ വി.കെ. രാമചന്ദ്രൻ ആണ്. 12ാമത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ വി.പി. ജോയ്. ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. എങ്കിൽ ഇപ്പോഴത്തെ കേരള സംസ്ഥാനത്തെ പോലീസിന്റെ മേധാവി ആരാണ്? സംസ്ഥാനത്തെ പോലീസ് മേധാവി റാവാഡ എ ചന്ദ്രശേഖർ. പോലീസ് മേധാവി, കേരള സംസ്ഥാന പോലീസ് മേധാവി റാവഡ എ ചന്ദ്രശേഖർ ആണ്. എങ്കിൽ കേരള ലോകായുക്ത ആര്? കേരള ലോകായുക്ത എൻ അനിൽകുമാർ ആണ്. ആരാണ്? കേരള ലോകായുക്ത ആരാണ്? എൻ അനിൽകുമാർ. ലോകായുക്ത അനിൽകുമാർ. എങ്കിൽ ഉപലോകായുക്ത ആരാണ്? അശോക് മേനോനും ഷിർസിയുമാണ്. ആരൊക്കെയാണ്? ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷിർസിയുമാണ് ഉപലോകായുക്ത. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. വിവരാവകാശ കമ്മീഷന്റെ ചെയർമാൻ ബി ഹരിനായർ ആണ്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർമാൻ സനൽകുമാർ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലായിട്ട് വരുന്നതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ അല്ലേ, അത് കൗശികനാണ്. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ സതീദേവിയാണ്. വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ റോസക്കുട്ടിയാണ്. അപ്പൊ സംസ്ഥാനത്തെ പോലീസ് മേധാവി ആരാണ്? റാവാഡ എ ചന്ദ്രശേഖർ. കേരളത്തിലെ ലോകായുക്ത ആരാണ്? എൻ അനിൽകുമാർ. ഉപലോകായുക്ത 2 പേരുണ്ട്, ജസ്റ്റിസ് അശോക് മേനോനും ജസ്റ്റിസ് ഷിർസിയും. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. വിവരാവകാശം വി ഹരിനായർ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർപേഴ്സൺ സനൽകുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സനൽകുമാർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ കൗശികനാണ്. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ സതീദേവിയാണ്. എങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ റോസക്കുട്ടിയാണ്, KC റോസക്കുട്ടിയാണ്. എങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ആരാ? കേരള അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു ആണ്. കേരള അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജാജു ബാബു. കേരള PSCയുടെ ചെയർമാൻ MR ബൈജു. ഞങ്ങൾക്ക് അറിയില്ല അല്ലെ. കേരള PSC ചെയർമാൻ ആരാ? MR ബൈജു ആണ്. ബാലാവകാശ കമ്മീഷൻ KV മനോജ് കുമാർ ആണ്. ബാലാവകാശ കമ്മീഷൻ മനോജ് കുമാർ ആണ്. ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ മനോജ് കുമാർ ആണ്. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അബ്ദുൾ റഷീദ്. അബ്ദുൾ റഷീദ്. പിന്നാക്ക വിഭാഗം ശശിധരൻ. പിന്നാക്കം അല്ലെ, പിന്നാക്ക വിഭാഗം ശശിധരൻ. ഓംബുഡ്സ്മാൻ എവിടെയാ ഓംബുഡ്സ്മാനെ നിയമിക്കുക? തദ്ദേശ സ്വയംഭരണത്തിലാണ് അല്ലെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഓംബുഡ്സ്മാനെ നിയമിക്കുക. അത് PD രാജനാണ്. ആരാണ്? PD രാജനാണ്. ഇനി ധനകാര്യ കമ്മീഷൻ. ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ആരാണ്? ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഹരിലാലാണ്. എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇപ്പോൾ ഉള്ളത്? 7ാമത്തെ ധനകാര്യ കമ്മീഷനാണുള്ളത്. എങ്കിൽ 16ാമത്തെ നിയമസഭയിലെ ആരാ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, 16ാമത് കേരള നിയമസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ധനകാര്യ കമ്മീഷൻ 7ാമത് ധനകാര്യ കമ്മീഷനാണ്. അതിന്റെ ചെയർമാൻ ഹരിലാലാണ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? കേരള ബാങ്ക് പറയുമ്പോൾ ചെയർമാൻ അല്ല വരിക, കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് വരിക. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് മോഹനനാണ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? P മോഹനനാണ്. എങ്കിൽ കേരള ബാങ്കിന്റെ പുതിയ CEO ആരാണ്? ജോർട്ടി M ചാക്കോ. കേരള ബാങ്കിന്റെ CEO ആരാണ്? ജോർട്ടി M ചാക്കോ. എങ്കിൽ വയോജന കമ്മീഷൻ, സംസ്ഥാനത്തെ വയോജന കമ്മീഷന്റെ ചെയർമാൻ സോമപ്രസാദ് ആണ്. സോമൻ വയസ്സ് അല്ലെ. വയോജന കമ്മീഷന്റേത് സോമപ്രസാദ്. യുവജന കമ്മീഷൻ M ഷാജറാണ്. ആരാണ്? M ഷാജറാണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? M ഷാജറാണ് കേട്ടോ. ആരാണ്? M ഷാജറാണ്. എങ്കിലേ യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രി ആരാന്നും കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്യും. ധനകാര്യ വകുപ്പ്, ഞാൻ അതൊക്കെ പറഞ്ഞു തന്ന കാര്യമാണ്, അതുകൊണ്ടാണ് താഴെ കമന്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരെയെന്നും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരെയെന്നും താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. എങ്കിൽ PAC എന്താ? PSC അല്ല, PAC പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ അല്ലേ. PAC എന്താ? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ് ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആരാണ്? സണ്ണി ജോസഫ്. എങ്കിൽ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്, നമ്മുടെ സംസ്ഥാനത്തെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സാനു ആണ്. ആരാണ്? സാനു. സ്പോർട്സ് കൗൺസിൽ ഒന്നും കൂടി നോക്കാം കേട്ടോ. നമ്മുടെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ജാജു ഒരു അഡ്വക്കേറ്റ് ആണ്. ജാജു അഡ്വക്കേറ്റ്. KPSC MR ബൈജു ആണ്.
ബാലാവകാശം മനോജ് എന്ന ബാലൻ അല്ലേ, മനോജ് എന്ന ബാലൻ, ബാലാവകാശം മനോജ്. അബ്ദുൽ ന്യൂനം അല്ലേ, അബ്ദുൽ ന്യൂനം, ന്യൂനപക്ഷം അബ്ദുൾ റഷീദ്. ശശി പിന്നാക്കമാണ് അല്ലേ, പിന്നാക്ക വിഭാഗം ശശിധരൻ. തദ്ദേശ സ്വയംഭരണത്തിലെ ഓംബുഡ്സ്മാനാണ് പി ഡി രാജൻ, തദ്ദേശ സ്വയംഭരണം രാജൻ. ധനകാര്യം ഹരിലാലാണ്. ആരാണ്? ഹരിലാൽ അല്ലെ. നമുക്ക് ലാൽ എന്നൊക്കെ പറയുമ്പോഴേ മോഹൻലാലൊക്കെ പറയുമ്പോൾ നല്ല സാമ്പത്തികമുള്ള വ്യക്തിയാണ് അല്ലെ. അപ്പൊ ധനകാര്യം ഹരിലാൽ. ഇനി കേരള ബാങ്ക് മോഹനൻ അല്ലെ. കേരള ബാങ്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട് അല്ലെ. കേരള ബാങ്ക് ഇത്ര സബ്സിഡിയാണ്, ഇത്ര ശതമാനം പലിശയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരള ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ കേരള ബാങ്ക് ആരാ? മോഹനാണ്. കേരള ബാങ്കിന്റെ സിഇഒ ജോർട്ടി എം ചാക്കോ. ഇനി വയോജനം സോമനൊക്കെ എന്തായി? വയസ്സായി അല്ലെ. സോമനൊക്കെ എന്താണ്? വയസ്സായി അല്ലെ. വയോജനം സോമപ്രസാദ്. യുവജനം ഷാജർ ഷാജി അല്ലെ. ഷാജർ ഓക്കെ. യുവജനം എം ഷാജർ ആണ്. ഇനി PSC എന്താ? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സണ്ണി ജോസഫ് ആണ്. സ്പോർട്സ് കൗൺസിൽ സാനു ആണ്. സ്പോർട്സ് കൗൺസിൽ സാനു ആണ്. അടുത്തത് സ്പോർട്സ് കൗൺസിലിന്റെ VP സാനു. ഒളിമ്പിക് അസോസിയേഷന്റെ വെരി ഇമ്പോർട്ടന്റ് ആണ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് കേരളമാണ്, എല്ലാം കേരളമാണ്. കേരള സ്പോർട്സ് കൗൺസിൽ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽ കുമാർ ആണ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽ കുമാർ ആണ്. എങ്കിൽ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആരാ? വഖഫ് ബോർഡിന്റെ ചെയർമാൻ KS ഹംസയാണ്. വഖഫ് ഹംസ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇതുവരെ ആരെയും നിയമിക്കപ്പെട്ടിട്ടില്ല. ചലച്ചിത്ര അക്കാദമിയിൽ ഇപ്പൊ ആരും ഇല്ല, കേൾക്കണ്ടോ? പക്ഷെ അതായത് രാജിവെക്കുകയാണ് ചെയ്തത്. 2026 ഒരാൾ രാജിവെച്ചു. ആരായിരുന്നു? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ റസൂൽ പൂക്കുട്ടി. ആരാണ്? റസൂൽ പൂക്കുട്ടി. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഇതുവരെ നിയമിക്കപ്പെട്ടിട്ടില്ല. മുൻപുണ്ടായിരുന്ന റസൂൽ പൂക്കുട്ടി രാജിവെച്ചു. ഇനി ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്ന റസൂൽ പൂക്കുട്ടിയാണ് രാജിവെച്ചത് എന്ന് പറഞ്ഞു. എങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ്? കത്തിയോ നിങ്ങൾക്ക് വല്ലതും? എന്താണ്? ഇപ്പൊ നമുക്കറിയാം അല്ലെ, അമ്മയിൽ നിന്ന് രാജിവെച്ചു. ഇപ്പൊ ഈ ന്യൂസിലൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ടാവും. വൈസ് ചെയർമാൻ ആരാണ്? ചെയർമാൻ അമ്മയുടെ പ്രസിഡന്റ് പദവിയിലിരുന്നത് ആരാ? ശ്വേത അല്ലെ. അതേപോലെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് ആരാണ്? കുക്കു പരമേശ്വരൻ അല്ലെ. അവരും ഇപ്പൊ രാജിവെച്ചോ? ഇതൊക്കെയാണ്. അപ്പൊ നോക്കുക കേട്ടോ. ഇനി സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ മധുബാലാണ്. ആരാണ്? മധുബാല്. സിനിമാ നടൻ മധുബാലില്ലേ. സാംസ്കാരിക. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാ? സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും ഇപ്പോൾ നിലവിൽ ഇല്ല. പക്ഷെ മുൻപ് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? K സച്ചിദാനന്ദൻ ആയിരുന്നു. രാജിവെച്ചു കേട്ടോ. K സച്ചിദാനന്ദൻ. എന്താ ഇവർക്ക് രാജിവെക്കുന്നത്? സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായ K സച്ചിദാനന്ദൻ രാജിവെച്ചു. ഇപ്പൊ ആരും നിയമിക്കപ്പെട്ടില്ല. ഇനി സംഗീത നാടക അക്കാദമി. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. ഫോക്ലോർ അക്കാദമി ചെയർപേഴ്സൺ OS ഉണ്ണികൃഷ്ണനാണ്. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് മക്കളെ. ഫോക്ലോറിന്റെ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. ലളിതകല മുരളി ചീരോത്ത്. നമുക്കറിയാം KPSC സിനിമ നടി. KPSC ലളിതനുടെയൊക്കെ മുരളി അഭിനയിച്ചിട്ടുണ്ട്. സിനിമ നടൻ മരിച്ചില്ലേ അല്ലെ. ലളിതകല മുരളി ചീരോത്ത്. കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ്. കേരള കലാമണ്ഡലം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ അല്ലെ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അതിന്റെ ചാൻസലർ മല്ലിക സാരാഭായ് ആണ്. എങ്കിൽ കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആരാണ്? അനന്തകൃഷ്ണനാണ്. ആരാണ്? അനന്തകൃഷ്ണൻ. ഒന്നും കൂടി നോക്കാം. സംസ്ഥാനത്തെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് VP സാനു ആണ്. സംസ്ഥാനത്തെ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് സുനിൽ കുമാറാണ്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ KS ഹംസയാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ റസൂൽ പൂക്കുട്ടി രാജിവെച്ചു. അതുകൊണ്ട് ഇതുവരെ ആ സ്ഥാനം ആരും ഏറ്റെടുത്തിട്ടില്ല. ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ പദവിയിലിരുന്നത് കുക്കു പരമേശ്വരനാണ്. അവർ രാജിവെച്ചു.
ഏത് രാജ്യം വെച്ച് കുക്കുവിൻ്റെ എനിക്ക് അത്ര അറിയില്ല. സാംസ്കാരിക പ്രവർത്തക, എനിക്ക് ന്യൂസ് കാണാൻ ടൈമില്ല, നിങ്ങൾക്ക് ക്ലാസ് ഇട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് മധുബാലാണ്. സാഹിത്യ അക്കാദമിയുടെ അതുപോലെ ഇപ്പൊ ആരുമില്ല, കെ സച്ചിദാനന്ദനായിരുന്നു സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, അദ്ദേഹം രാജിവെച്ചു. എങ്കിൽ സംഗീത നാടകം മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഫോക്ലോറിന്റെയോ OS ഉണ്ണികൃഷ്ണനാണ്. ലളിതകലയോ മുരളി ചീരോത്താണ്. കേരള കലാമണ്ഡലം മല്ലിക സാരാഭായി. വൈസ് ചാൻസലർ അനന്തകൃഷ്ണനാണ്. ഇനി സർവകലാശാല വൈസ് ചാൻസലർമാർ നമുക്ക് നോക്കാം. സർവകലാശാല വൈസ് ചാൻസലർമാർ ഇടയ്ക്കൊക്കെ PSC ചോദിക്കാറുണ്ട്. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേരള സർവകലാശാലയുടെയും അതേപോലെ ആരോഗ്യ സർവകലാശാലയുടെ, കേരളം എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയിൽ മുന്നിലാണ് അല്ലേ, അതുകൊണ്ട് തന്നെ രണ്ടും ആരാണ്, മോഹനൻ കുന്നുമ്മലാണ് അല്ലെ. അങ്ങനെ ഒരു കണക്ട് ചെയ്യാം. കേരള ആരോഗ്യം അല്ലെ, കേരള സർവകലാശാലയും ആരോഗ്യ സർവകലാശാലയുടെയും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ്. കാലിക്കറ്റ് സർവകലാശാല രവീന്ദ്രൻ, കാലിക്കറ്റ് സർവകലാശാല രവീന്ദ്രൻ ആണ് വൈസ് ചാൻസലർ. MG സർവകലാശാലയുടേത് മാവൂദ്, MG സർവകലാശാല മാവൂദ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടേത് പ്രസാദ് ആണ് വൈസ് ചാൻസലർ. പിന്നെ SG, ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ഗുരു, SG എന്ന് പറയുമ്പോൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതിയതാണ്. ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ജഗതി രാജ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സജി ഗോപിനാഥ് ആണ്. APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ സിസ തോമസ് ആണ്. ആരാണ്? സിസ തോമസ്. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സജു ആണ്. അപ്പൊ കേരള സർവകലാശാല ആരാണ്? മോഹനൻ കുന്നുമ്മൽ. ആരോഗ്യ സർവകലാശാലയുടെയും മോഹനൻ കുന്നുമ്മൽ, അവർ രണ്ടാളും മാറ്റി. കാലിക്കറ്റ് ആരാ? രവീന്ദ്രനാണ്. MG സർവകലാശാല മാവൂദാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ പ്രസാദ് ആണ്. നമുക്കറിയാം ശ്രീനാരായണ ഗുരു അല്ലെ, ജഗതിയില്ലേ, ജഗതി സിനിമ നടൻ ആലോചിക്കുക, ശ്രീനാരായണ ഗുരുവിനെ കണക്ട് ചെയ്യുക. ശ്രീനാരായണ ഗുരു സർവകലാശാലയുടേത് ജഗതി രാജാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സജി ഗോപിനാഥ്. ശ്രീനാരായണ ഗുരു അതൊരു ഓപ്പൺ സർവകലാശാലയാണ് കേട്ടോ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സജി ഗോപിനാഥ്. APJ ആണെങ്കിൽ സിസ തോമസ്. അതേപോലെ കണ്ണൂർ സർവകലാശാലയാണെങ്കിൽ സജു ആണ്. കേരളത്തിലെ പദവികൾ ഞാൻ അങ്ങനെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലേതെങ്കിലും വിട്ടിട്ടുണ്ടോ? വിജിലൻസിന്റെ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. വിജിലൻസ് ഡയറക്ടർ ആരാ? വിജിലൻസിന്റെ കേരള വിജിലൻസ് ഡയറക്ടർ ആരാ? മനോജ് എബ്രഹാം ആണ് കേട്ടോ. മനോജ് എബ്രഹാം വിജിലൻസിന്റെ. പിന്നെ ഏതാ വിട്ടത്? കൊച്ചി മെട്രോ റെയിലിന്റെ അല്ലേ MD ആരാ? കൊച്ചി മെട്രോ റെയിൽ MD ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ് കേട്ടോ. ലോക്നാഥ് പഠിപ്പിച്ച് അക്ഷരങ്ങൾ എഴുതാൻ അറിയാതെയായി. ലോക്നാഥ് ബെഹ്റ. ഓക്കെ, ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയുടെ MD എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ പദവികൾ കേട്ടോ. കൂടെ എന്നെയും കൂടി പഠിച്ചു വെക്കണം. കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എടുക്കുന്നവരാണ്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കൂ കേട്ടോ. ഓക്കെ, താഴെ ഞാൻ 2 കമന്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇടണേ, എങ്കിലും നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഒക്കെ വേണ്ടേ. അപ്പോൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന്, യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് താഴെ ഇടുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.